നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ അറഫ മൈതാനിക്കകത്ത് വെയിലേൽക്കാത്ത വിധത്തിൽ ഓരോ ഭാഗത്തും ഇതിപ്പോൾ മുകളിൽ കാണുന്ന പോലെ തന്നെ മേൽക്കൂരയൊക്കെ ഒരുക്കിയിട്ടാണ് തമ്പുകളൊക്കെ ഒരുക്കുക. അപ്പോൾ അതെന്തിനാ വെച്ചാൽ പരമാവധി തണുപ്പുള്ള അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അസഹനീയമായ ചൂട് ആ അറഫ ദിനങ്ങളിൽ അനുഭവപ്പെടും. അറഫക്കകത്തുള്ള ഈ തമ്പുകളിലാണ് ഹാജിമാർ അവരുടെ അറഫ സംഗമ സമയത്ത് കഴിയുക. ഇതുപോലുള്ള ഒരുപാട് തമ്പുകൾ നമുക്ക് അറഫയിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ തന്നെ ഒരു തമ്പിനകത്തിന് ശേഷം 200-നടുത്ത് ആളുകൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള, അല്ലെങ്കിൽ 300-നടുത്ത് ആളുകൾക്ക് ഒന്നിച്ച് നിൽക്കുവാനുള്ള സൗകര്യമുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കനത്ത ചൂടിൽ നിരവധി ഹാജിമാർ തളർന്നു വീണ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഹാജിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മുഴു സമയം ഹാജിമാർ ഈ തമ്പുകൾക്കകത്ത് തന്നെ തങ്ങണമെന്നുള്ളതാണ് നിർദ്ദേശം. കാരണം കഴിഞ്ഞ തവണ 47 ഡിഗ്രി സെൽഷ്യസോളം താപനില എത്തുകയും നിരവധി ഹാജിമാർ അവർ തമ്പിന് പുറത്തേക്ക് പോയിട്ട് ജബലുർ റഹ്മ എന്നറിയപ്പെടുന്ന കാരുണ്യത്തിന്റെ പർവ്വതം എന്നറിയപ്പെടുന്ന ഈ പർവ്വതത്തിന് താഴെ നിൽക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകും. സ്വാഭാവികമായിട്ടും പുറത്തുള്ള താപനില, കാരണം രാവിലെ മുതൽ ചുട്ടുപഴുത്ത് നിൽക്കുന്ന അറഫ ഭൂമി ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ വിങ്ങൽ വരും. കാരണം കൂടുതൽ ആളുകൾ പുറത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ പ്രയാസങ്ങൾ വരും. അങ്ങനെ വഴി തെറ്റുകയും തളർന്നു വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹാജിമാർക്ക് ഇത്തവണ കൊടുത്തിരുന്ന നിർദ്ദേശം നിർബന്ധമായും വൈകിട്ട് 4 മണി വരെ, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഈ അറഫയിലെ തമ്പുകൾക്കകത്ത് തന്നെ തങ്ങണം എന്നുള്ളതാണ്. കാരണം ഈ തമ്പുകളൊക്കെ നിൽക്കുന്ന ജബലുർ റഹ്മ എന്നറിയപ്പെടുന്ന ആ പർവ്വതത്തിന് താഴ്ഭാഗത്താണ് ഈ തമ്പുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് തമ്പുകൾ ഒരുക്കിയിരുന്നു. കാരണം ബുധനാഴ്ച രാത്രി ഹാജിമാർ അറഫയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരിവിടെ പുലർച്ചയോട് കൂടി ഇവിടെ എത്തുകയും അവർ ഇവിടെ അല്പനേരം വിശ്രമിക്കുകയും ചെയ്യും. പിന്നീടാണ് അറഫ സംഗമം എന്ന് പറയുന്ന ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ, അല്ലെങ്കിൽ ഹജ്ജിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന കർമ്മ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷം ഒരുപാട് ഹാജിമാർ അതിശക്തമായ ചൂടിൽ ഒരുപാട് അത്യാഹിതങ്ങളും മറ്റുമൊക്കെ സംഭവിച്ചു. അൽഹംദുലില്ലാഹ്, ഈ ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി സൗദി സർക്കാർ അൽഹംദുലില്ലാഹ് AC സംവിധാനമുള്ള നല്ല ടെൻറ്റുകളാണ് അറഫയിൽ സംവിധാനിക്കുന്നത്. കാരണം ഓരോ ഹാജിയുടെയും സന്തോഷം മധുരവുമുള്ള ഒരുപാട് ഓർമ്മകൾ പകർന്നു നൽകുന്നതാണ് അറഫ എന്ന് പറയുന്ന വിശാലമായ ആ മൈതാനി. ഹജ്ജ് നിർവഹിച്ച ആൾക്കാരും അറഫ ദിവസം എത്തുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ സംവിധാനിക്കുന്നുണ്ട്. 2011 ഞാൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയത്. അറഫയിൽ ഓരോ ഹാജിയും ഒരു മുണ്ടും ഒരു മേൽമുണ്ടുമാണ് ധരിക്കുന്നത്. എത്ര വലിയ സമ്പന്നനും പണക്കാരനും പണിക്കാരനും രാജാവും പ്രജയും അതുപോലെ തൊഴിലാളിയും മുതലാളിയുമെല്ലാം ഒരേ വേഷത്തിൽ അവരുടെ വേഷഭൂഷാദികളെല്ലാം അഴിച്ചു വെച്ച് ഒരു മനുഷ്യൻ മരണത്തിലേക്ക് പോകുന്നത് പോലെ 2 വസ്ത്രങ്ങളാണ് മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ അതിലെ ഒരു തിരിച്ചറിവ്. രണ്ടാമത് നമുക്ക് നൽകുന്ന തിരിച്ചറിവ് അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും ജാടയുടെയും എല്ലാം വസ്ത്രങ്ങളും അഴിച്ചു വെച്ച് വിനീതമായ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്നതിൻ്റെ, റബ്ബിലേക്ക് കീഴൊതുങ്ങി സർവ്വതും സമർപ്പിക്കുന്നതിൻ്റെ ഒരു ശരിയായ ചിത്രമാണ്. ഹൃദയ നിഷ്കളങ്കമായ പ്രാർത്ഥനയോടുകൂടി അറഫ എന്ന വിശാലമായ മൈതാനിയിൽ ഓരോ ഹാജിയും ആയുസ്സിൻ്റെ ഒരു അവസരത്തിൽ ആ വിശുദ്ധമായ ആ മണ്ണിലേക്ക് പോയിട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നിരത്തിയിട്ട് റബ്ബിൻ്റെ മുന്നിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുനീരുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഹാജിയും അറഫയിൽ നിന്നും മിനയിൽ നിന്നും ജംറകളിൽ നിന്നുമൊക്കെ വിട വാങ്ങുന്നത് ഒരു നവജാത ശിശുവിൻ്റെ വിശുദ്ധിയോടുകൂടിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, സ്വീകാര്യമായ ഒരു ഹജ്ജിന് അള്ളാഹു പ്രതിഫലം നൽകുന്നത് ലൈസലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ അതിന് മറ്റൊരു പ്രതിഫലവുമില്ല. സഹോദരങ്ങളെ, പലരും സമ്പത്തും ആരോഗ്യവുമൊക്കെ ഉണ്ടായിട്ടും ഇന്നും ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരുണ്ടാകും. നമുക്ക് കിട്ടിയ ആയുസ്സും ആരോഗ്യവും എപ്പോഴാണ് നമ്മൾ രോഗിയായി പോകുന്നതെന്ന്, നമ്മൾ കിടപ്പിലായി പോകുന്നതെന്ന് നമുക്കറിയില്ല. കിടപ്പിലായ പല രോഗികളും ഇന്ന് സങ്കടപ്പെടുന്നുണ്ട്. ആവതും ആരോഗ്യവുമുള്ള കാലത്ത് എനിക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നു അല്ലാഹു. പക്ഷേ ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല.
പടച്ച റബ്ബ് നാം ഏവർക്കും ഹജ്ജ് നിർവഹിക്കാത്ത മനുഷ്യർക്കും അതുപോലെ ഹജ്ജിനെ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ അവസരങ്ങളും സൗഭാഗ്യവും പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം സഹോദരങ്ങളെ, 2025 ഹജ്ജിൽ ഹാജിമാർ, അള്ളാഹുവിൻ്റെ ളുയൂഫുർ റഹ്മാൻ വിശിഷ്ട അതിഥികൾ, അവർക്ക് അനുകൂലമായ കാലാവസ്ഥയും ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ആ രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രാവശ്യം ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.